നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ അഭയാർത്ഥികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവുമായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. താലിബാന്റെ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലേക്ക് അഭയാർത്ഥി അപേക്ഷ നിരസിക്കപ്പെട്ട അഫ്ഗാൻ പൗരന്മാരെ ബ്രിട്ടൻ തിരിച്ചയക്കും. യൂറോപ്യൻ രാജ്യങ്ങളും കാബൂളും അഭയാർത്ഥികളെ തിരിച്ചയക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും ഇത് യുകെയും നിരീക്ഷിക്കുകയാണ് എന്ന് ഹോം സെക്രട്ടറി. യുകെ സർക്കാർ നിലവിൽ താലിബാൻ ഭരണത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ അഫ്ഗാനികളെ നിർബന്ധമായി തിരിച്ചയക്കുന്നത് പ്രാവർത്തികമല്ല. ഇംഗ്ലണ്ടിലും വെയിൽസിലും മാരക രോഗികളായ മുതിർന്നവർക്ക് ജീവിതം അവസാനിപ്പിക്കുന്നതിന് വൈദ്യസഹായം തേടാൻ അനുവദിക്കുന്നത് അസിസ്റ്റന്റ് ഗ്ലൈഡ് ബില്ലിന്റെ സമയപരിധി അവസാനിച്ചു. ബില്ലിന് തിരിച്ചടിയായത് പ്രഭുസഭയിൽ ഏറ്റ പരാജയം. 6 മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് മരണം തിരഞ്ഞെടുക്കാനുള്ള ബില്ലിനെ ഹൗസ് ഓഫ് കോമൺസ് പിന്തുണയ്ക്കുകയും അതേസമയം ബിൽ ഹൗസ് ഓഫ് ലോർഡ്സ് തള്ളുകയും ചെയ്തു. ബില്ല് കാലഹരണപ്പെട്ടിരിക്കുന്നത് എംപിമാർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് 17 മാസങ്ങൾക്ക് ശേഷം. യുകെയിൽ ഹമാസിനെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ലോകത്തെ ജൂതന്മാരുടെ പരമാധികാരത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട NHS വനിതാ ഡോക്ടർ കോടതിയിൽ ഹാജരായി. ഡോക്ടർ അഹ്മദ് അൽദ്വാൻ എന്ന 31-കാരിയാണ് കോടതിയിൽ ഹാജരായത്. ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് സ്വന്തം വീട്ടിൽ നിന്ന് മാർച്ച് 26-ന്. കേസിന്റെ തുടർ വിചാരണ നടക്കുക അടുത്ത വർഷം മുതൽ ബ്രിസ്റ്റോൾ ക്രൗൺ കോടതിയിൽ. വൈറ്റ് ഹൌസിലെ മാധ്യമ പ്രവർത്തകർ ഒരുക്കിയ വിരുന്നിനിടെ തോക്കുകളും കത്തിയുമായി ട്രംപിനെ വധിക്കാനെത്തിയ ആളുടെ ചിത്രം പുറത്തുവിട്ടു. US സീക്രട്ട് സർവീസ് അക്രമിയെ കീഴടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്ത്. വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റ് ഡിന്നറിലുണ്ടായ വെടിവയ്പ് സംഭവത്തിൽ പ്രതിക്ക് ഇറാനുമായി ബന്ധമില്ല എന്ന് ട്രംപ്. ആക്രമണം ലോൺ ഉൾഫ് സ്വഭാവത്തിൽ. വെടിവയ്പുണ്ടായതിന് പിന്നാലെ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് പരിപാടിക്ക് മുമ്പായി അത്താഴ വിരുന്നിന്റെ വേദിയിൽ വെച്ച് വെടിയുച്ചകൾ മുഴങ്ങുമെന്ന് പറഞ്ഞ പ്രസ്താവന വൈറലാകും. രാജ്യത്തെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക്. ഏറ്റവും ഉയർന്ന വൈദ്യുതി ആവശ്യകത 252 ജിഗാവാട്ടിലെത്തി. വെള്ളിയാഴ്ചയാണ് വൈദ്യുതി ഉപഭോഗം 252 ജിഗാവാട്ടിലെത്തിയത്. 2024 മെയ് 30-ന് രേഖപ്പെടുത്തിയ 249.9 ജിഗാവാട്ടായിരുന്നു ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗം. കടുത്ത ചൂടിന് പിന്നാലെ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്കും സംസ്ഥാനം. അപ്രഖ്യാപിത പവർ കട്ടിൽ പ്രതിഷേധം ശക്തം. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ മലിയിലെ സുരക്ഷാ സാഹചര്യം വഷളായതിനെ തുടർന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. മാലിയിലെ പ്രധാന നഗരങ്ങളിലും സൈനിക താവളങ്ങളിലും ഭീകരർ ആക്രമണം നടത്തി. ബമാങ്കോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വെടിയൊച്ചകളും സ്ഫോടനങ്ങളും കേട്ടതായി വിവരം. നിലവിൽ സാഹചര്യം നിയന്ത്രണ വിധേയമാണ് എന്ന് മാലി സൈന്യം. സംസ്ഥാനത്തെ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യം നേരിടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് യോഗം ചേർന്നു. കടുത്ത വേനലിൽ ചുട്ടുപൊള്ളുമ്പോൾ വൈദ്യുതി മുടങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കണമെന്നും KCBക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കേരളത്തിൽ എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം വലിയ തോതിൽ ഇനിയും കൂടുമെന്നും ഇക്കാര്യങ്ങൾ മുന്നിൽ കണ്ട് വൈദ്യുതി മേഖലയിൽ ആസൂത്രണം നടത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശം. ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആന്റിവെൻ ലഭ്യമാക്കാനും തിരഞ്ഞെടുത്ത ആശുപത്രികൾ സ്ഥിരം ഹീറ്റ് ആൻഡ് ബേൺ ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. മോട്ടോർ വാഹന വകുപ്പിൽ ഗുരുതര ചട്ടലംഘനം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയപ്പോൾ MLA എന്ന വിശേഷണവും നിയമവിരുദ്ധമായി കൂട്ടിച്ചേർത്തത് മോട്ടോർ വാഹന വകുപ്പ്. SLC സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ അപേക്ഷകന്റെ പേര് അതേപടി ലൈസൻസിൽ ഉൾക്കൊള്ളിക്കണമെന്ന ചട്ടം മറികടന്നാണ് മന്ത്രിയെ സഹായിച്ചത്. വാർത്തകൾ വിശദമായി. അഭയാർത്ഥികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവുമായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. താലിബാൻ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലേക്ക് അഭയാർത്ഥി അപേക്ഷ നിരസിക്കപ്പെട്ട അഫ്ഗാൻ പൗരന്മാരെ തിരിച്ചയച്ചേക്കും. യൂറോപ്യൻ രാജ്യങ്ങളും കാബൂളും അഭയാർത്ഥികളെ തിരിച്ചയക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും ഇത് യുകെയും നിരീക്ഷിക്കുകയാണെന്ന് ഹോം സെക്രട്ടറി പറഞ്ഞു. അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. നിലവിൽ UK സർക്കാർ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല. അതിനാൽ അഫ്ഗാനിസ്ഥാനിലേക്ക് നിർബന്ധിതമായി തിരിച്ചയക്കുന്നത് നടക്കില്ല. അതേസമയം രാജ്യത്തിന്റെ നയം തന്നെ മാറ്റാനുള്ള ആലോചനയിലാണ് സർക്കാർ. യുണൈറ്റഡ് നേഷൻസ് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ അഫ്ഗാനിസ്ഥാൻ മനുഷ്യാവകാശങ്ങളുടെ ശ്മശാനം എന്നാണ് വിളിച്ചിരുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ ദയനീയമാണ്. 11 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ജോലി ചെയ്യാനോ സ്വതന്ത്ര സഞ്ചാരത്തിനോ അനുമതിയില്ല. യുകെയിലേക്ക് ചെറു ബോട്ടുകൾ വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ അധികവും അഫ്ഗാനികളാണ്. 2025 ജൂൺ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ആയിരക്കണക്കിന് അഫ്ഗാൻ പൗരന്മാർ അഭയം തേടിയിട്ടുണ്ട്. എന്നാൽ അഭയാർത്ഥി അപേക്ഷകൾ അംഗീകരിക്കുന്ന നിരക്ക് കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിലെ ചില രാജ്യങ്ങൾ ഇതിനകം തന്നെ പരിമിതമായ രീതിയിൽ അഫ്ഗാൻ പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവരെ തിരിച്ചയക്കുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇംഗ്ലണ്ടിലും വെയിൽസിലും മാരക രോഗികളായ മുതിർന്നവർക്ക് ചില സുരക്ഷാ മുൻകരുതലുകൾക്ക് വിധേയമായി ജീവിതം അവസാനിപ്പിക്കുന്നതിന് വൈദ്യസഹായം തേടാൻ അനുവദിക്കുന്ന അസിസ്റ്റന്റ് ഗ്ലൈഡ് ബില്ലിന്റെ സമയപരിധി കഴിഞ്ഞു.
ബില്ലിന് പ്രഭുസഭയിലേറ്റ പരാജയമാണ് തിരിച്ചടിയായത്. 6 മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് മരണം തിരഞ്ഞെടുക്കാനുള്ള ബില്ലിനെ ഹൗസ് ഓഫ് കോമൺസ് പിന്തുണച്ചതിനെ തുടർന്നാണ് ബില്ല് ഹൗസ് ഓഫ് ലോർഡ്സിൽ എത്തുന്നതും അവിടെ നിന്ന് തിരിച്ചടി നേരിടുന്നതും. എംപിമാർ ആദ്യം അനുകൂലിച്ച് വോട്ട് ചെയ്ത് ഏകദേശം 17 മാസങ്ങൾക്ക് ശേഷമാണ് ബില്ല് കാലഹരണപ്പെട്ടിരിക്കുന്നത്. എന്നാൽ തങ്ങൾ തളരില്ല എന്നും മെയ് 13 ആരംഭിക്കുന്ന പാർലമെന്റിൽ അടുത്ത സമ്മേളനത്തിൽ നിയമനിർമ്മാണം തിരികെ വരുമെന്നും ഉറപ്പു നൽകുന്നുവെന്നും പിന്തുണക്കാർ വ്യക്തമാക്കി. ബില്ലിന്റെ പുരോഗതി തടയാൻ ചിലർ കാലതാമസ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായും അവർ ആരോപിച്ചു. എന്നാൽ ദുർബലരായ ആളുകളെ സംരക്ഷിക്കാൻ അതിന് മതിയായ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ല എന്ന് വിമർശകർ വാദിച്ചു. ലോർഡ്സിൽ 1200-ലധികം ഭേദഗതികൾ അവതരിപ്പിച്ചു. ഇത് ഒരു ബാക്ക് ബെഞ്ച് എംപി അവതരിപ്പിച്ച ബില്ലിന് റെക്കോർഡാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 2024 നവംബർ 29 മാരക രോഗികളായ മുതിർന്നവർക്കുള്ള ബില്ലിനെ എംപിമാർ തത്വത്തിൽ 55 പേരുടെ ഭൂരിപക്ഷത്തോടെ പിന്തുണച്ചു. കഴിഞ്ഞ വർഷം ജൂൺ 20 23 പേരുടെ ഭൂരിപക്ഷത്തോടെ കോമൺസിൽ പാസ്സായി. ലോർഡ്സിൽ ബിൽ അതിന്റെ എല്ലാ ഘട്ടങ്ങളും പാസ്സായില്ല. വെള്ളിയാഴ്ച കമ്മിറ്റി ഘട്ടത്തിൽ 14ാമത്തെയും അവസാനത്തെയും ദിവസമായിരുന്നു. കോമൺസിൽ ബിൽ അവതരിപ്പിച്ച ലേബർ എംപി കിം ലിഡ്ബീറ്റർ ബിൽ പാസ്സാകാത്തതിൽ ദുഃഖം ഉണ്ട് എന്ന് രേഖപ്പെടുത്തി. എന്നിരുന്നാലും നിയമനിർമ്മാണം തിരികെ വരണമെന്നും ആഗ്രഹമുണ്ട് എന്നും അത് തിരികെ വരുമെന്നും തനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. അപൂർവമായി ഉപയോഗിക്കുന്ന നിയമനിർമ്മാണത്തിന്റെ നിബന്ധനകൾ അനുസരിച്ച് സമാനമായ ഒരു ബിൽ കോമൺസിൽ രണ്ടാമതും പാസ്സായാൽ ലോർഡ്സിന് അത് വീണ്ടും തടയാൻ കഴിയില്ല. ഹമാസിനെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടും ലോകത്തെ ജൂതന്മാരുടെ പരമാധികാരത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റിട്ട NHS വനിതാ ഡോക്ടർ കോടതിയിൽ ഹാജരായി. സൗത്ത് ഗ്ലസ്റ്റർഷെയറിലെ പിൽനിഗിൽ നിന്നുള്ള ഡോക്ടർ റഹ്മത്ത് അലദ്വാൻ എന്ന 31-കാരിയെ പക്ഷേ കോടതിയിൽ ഇനിയും തന്റെ വാദം നിരത്തിയിട്ടില്ല. ഇന്നലെ കോടതിയിൽ ഹാജരായപ്പോൾ തന്റെ പേരും മറ്റു വിവരങ്ങളും സ്ഥിരീകരിക്കുന്നതിനായി മാത്രമായിരുന്നു അവർ സംസാരിച്ചത്. ഓൾഡ് ബെയിലി കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈക്കും ഡിസംബറിനും ഇടയിലായി സമൂഹമാധ്യമ പോസ്റ്റുകൾ വഴി നിരോധിത സംഘടനയ്ക്ക് പിന്തുണ അഭ്യർത്ഥിച്ചതിന് 4 കേസുകളാണ് ഇവർക്കുമേൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനു പുറമെ ജൂലൈയിൽ വെസ്റ്റ് മിനിസ്റ്ററിൽ നടന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ഭീഷണിയുടെ സ്വരത്തിലുള്ളതും അവഹേളനപരവുമായ മുദ്രാവാക്യം വിളിച്ച് സമൂഹത്തിൽ വംശീയ വിദ്വേഷം പരത്താൻ ശ്രമിച്ചതിനും അവരുടെ മേൽ കേസ് ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 26 ഇവരെ സ്വന്തം വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ബ്രിസ്റ്റോൾ ക്രൗൺ കോടതിയിൽ അടുത്ത വർഷം മുതലായിരിക്കും കേസിന്റെ തുടർ വിചാരണ നടക്കുക. നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ വാർഷിക ഫീസ് വർധനവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്നതായി റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കൺസൾട്ടേഷനിൽ ഫീസ് വർധനവ് അന്യായവും നീതീകരിക്കാനാകാത്തതുമാണെന്ന് ഭൂരിപക്ഷം പേരുടെ പ്രതികരണം. ഈ എതിർപ്പുകൾ വകവയ്ക്കാതെയാണ് NMC ഇക്കാര്യത്തിൽ തുടർ നടപടികൾക്ക് തുനിയുന്നത്. നിലവിൽ 120 പൗണ്ടുള്ള ഫീസ് 143 പൗണ്ടായി വർദ്ധിപ്പിക്കാൻ അടുത്തയാഴ്ച നടക്കുന്ന NMC കൗൺസിൽ യോഗത്തിൽ ശുപാർശ വയ്ക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കൗൺസിൽ കടന്നു പോകുന്നതെന്നാണ് നേതാക്കളുടെ വാദം. മാത്രമല്ല, നിർദ്ദേശിക്കപ്പെട്ട പ്രതിമാസം 1.92 പൗണ്ടിന്റെ വർധനവ് അംഗീകരിക്കപ്പെട്ടാൽ കഴിഞ്ഞ 11 വർഷക്കാലത്തിനിടയിലെ ആദ്യ ഫീസ് വർധനവായിരിക്കും ഇതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. 2025 നവംബർ 3 മുതൽ 2026 നവംബർ 26 വരെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കൺസൾട്ടേഷനിൽ പങ്കെടുത്തവരിൽ വലിയൊരു വിഭാഗവും ഇതിനെ എതിർത്തു എങ്കിലും തങ്ങളുടെ തീരുമാനത്തിലെ യുക്തി വലിയൊരു വിഭാഗം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് NCMC അവകാശപ്പെടുന്നത്. കൺസൾട്ടേഷൻ പങ്കെടുത്തവരിൽ 81% പേരും കൗൺസിലിന്റെ തീരുമാനം യുക്തിപരമാണ് എന്ന അവകാശവാദത്തോടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ 63% പേർ ഇതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു. മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങളും ഹോർമൂസ് കടലിടുക്ക് അടച്ചതുമെല്ലാം ഇന്ധന വിതരണ രംഗത്തും എണ്ണ വിലയിലുമൊക്കെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ മറ്റു ചില കാരണങ്ങൾ ബ്രിട്ടീഷുകാരെ ആശങ്കയിലാഴ്ത്തുകയാണ്. ജെറ്റ് ഇന്ധനത്തിന്റെ ലഭ്യത തങ്ങളുടെ ഒഴിവുകാല യാത്രാ പ്ലാനുകളെ എങ്ങനെ ബാധിക്കുമെന്ന് ആശങ്കപ്പെടുമ്പോഴും തികച്ചും വ്യത്യസ്തമായും മറ്റൊന്നുകൂടി അവരെ ആശങ്കയിലാഴ്ത്തുകയാണ്. പുതുതായി പ്രവർത്തനം ആരംഭിച്ച യൂറോപ്യൻ യൂണിയന്റെ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം വിമാനത്താവളങ്ങളിൽ ഉണ്ടാക്കുന്ന കാലതാമസമാണ്. പുതിയ സിസ്റ്റം യൂറോപ്യൻ യൂണിയൻ വ്യാപകമായി തന്നെ പ്രാബല്യത്തിൽ വരുത്തിയതോടെ ഷെങ്കൻ മേഖലയിൽ യാത്ര പോകുന്ന ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നടപടിക്രമങ്ങൾ വലിയ മാറ്റമാണ് എത്തിയിരിക്കുന്നത്. ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്ന ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അവർക്ക് സ്ഥലത്ത് എത്തിയാൽ ഉടൻ തന്നെ വിരലടയാളം, ഫോട്ടോഗ്രാഫ് തുടങ്ങിയ ബയോമെട്രിക് ഡാറ്റ രജിസ്റ്റർ ചെയ്യേണ്ടതായി വരും. ഈ പുതിയ സമ്പ്രദായം നടപ്പിലാക്കിയതോടെ വിമാനത്താവളങ്ങളിൽ നടപടിക്രമങ്ങൾ കാലതാമസം നേരിടാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇറ്റലി, ഗ്രീസ്, പോർച്ചുഗൽ, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. ഇക്കാര്യം എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ യൂറോപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. പരിശോധനകൾക്കുള്ള കാലതാമസം കാരണം ബുക്ക് ചെയ്ത വിമാനം നഷ്ടപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ ചില രാജ്യങ്ങൾ അനുയോജ്യമായ പ്രതിവിധികൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും ബ്രിട്ടനിൽ നിന്നുള്ളവരെ ഗ്രീസ് ബയോമെട്രിക് രജിസ്ട്രേഷനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വൈറ്റ് ഹൌസിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരുക്കിയ വിരുന്നിനിടെ തോക്കുകളും കത്തിയുമായി എത്തിയ ആളുടെ ചിത്രം പുറത്തുവിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ഇയാളുടെ US സീക്രട്ട് സർവീസ് കീഴടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരവധി മുതിർന്ന US നേതാക്കൾക്കും പങ്കെടുത്ത ചടങ്ങിലേക്കാണ് ഇയാൾ ഓടിക്കയറിയത്. കാലിഫോർണിയയിൽ നിന്നുള്ള 31 വയസ്സുള്ള പോൾ തോമസ് അലനാണ് അക്രമിയെന്ന് US അധികൃതർ പിന്നീട് സ്ഥിരീകരിച്ചു. രോഗിയായ ഒരാളെന്ന് ട്രംപ് അക്രമിയെ വിശേഷിപ്പിച്ചു. വാഷിംഗ്ടൺ ഹിൽട്ടണിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൈറ്റ് ഹൌസ് മാധ്യമപ്രവർത്തകർക്കായി ഒരുക്കിയ അത്താഴ വിരുന്നിനിടെയായിരുന്നു ആക്രമണ ശ്രമം നടന്നത്. ട്രംപിനെയും മറ്റ് ഉന്നതരെയും ഉടൻ തന്നെ സുരക്ഷിതമായി മാറ്റി. വെടിയുതിർത്തതായി സംശയിക്കുന്ന തോക്കുധാരി ശനിയാഴ്ച രാത്രി പരിപാടി നടന്ന വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ അതിഥിയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവത്തിന് മുൻപ് ഭീഷണിയെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. അതേസമയം തനിക്ക് സുരക്ഷയെക്കുറിച്ച് ആശങ്കകളില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മികച്ച ജോലി ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ അക്രമിയെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ അതിവേഗം കീഴടക്കുന്നതായി കാണാം. ചടങ്ങ് നടക്കുന്ന മുറിയുടെ 50 യാർഡ് അകലെ വെച്ചാണ് ഇയാളെ പിടികൂടിയതെന്നും ട്രംപ് വ്യക്തമാക്കി. സംഭവത്തിൽ വളരെ അടുത്തുനിന്ന് ഒരു സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥന് വെടിയേറ്റു എന്നും എന്നാൽ അദ്ദേഹത്തിന്റെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് രക്ഷപ്പെടുത്തിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം പങ്കെടുത്ത വിരുന്നിൽ വെടിവെപ്പ് ഉണ്ടായതിന് പിന്നാലെ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പരിപാടിക്ക് മുമ്പായി നടത്തിയ പ്രസ്താവന വൈറലാകുന്നു. അത്താഴ വിരുന്നിന്റെ വേദിയിൽ വെച്ച് തന്നെ ഈ മുറിയിലെ ചില വെടിയൊച്ചകൾ മുഴങ്ങുമെന്ന് ട്രംപിനെ കുറിച്ച് ഫോക്സ് ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞിരുന്നു. വൈറ്റ് ഹൌസിലെ മാധ്യമപ്രവർത്തകർ ഒരുക്കിയ വിരുന്നിനിടെയായിരുന്നു ആക്രമണം നടന്നത്. പരിപാടിയിൽ ട്രംപിനെ പ്രസംഗിക്കാൻ താൻ എഴുതി നൽകിയ ചില കാര്യങ്ങളെ കുറിച്ചായിരുന്നു കരോലിൻ ലെവിറ്റ് അഭിമുഖത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഒരു ഗർജനത്തിന് തയ്യാറാണ്. ഇന്നത്തെ ഈ പ്രസംഗം ക്ലാസിക് ഡൊണാൾഡ് ജെ ട്രംപിന്റേതായിരിക്കും. അത് രസകരമായിരിക്കും, വിനോദകരമായിരിക്കുമെന്നും ഇന്ന് രാത്രി ചില വെടിയൊച്ചകൾ ഉണ്ടാകും. അതിനാൽ എല്ലാവരും കേൾക്കണം. അത് വളരെ മികച്ചതായിരിക്കുമെന്നും ലെവിറ്റ് പരിപാടിക്ക് മുമ്പായി പറഞ്ഞിരുന്നു. അത് പൂർണ്ണമായും നിങ്ങൾ എഴുതി നൽകിയതാണോ എന്ന് ഫോക്സ് ന്യൂസ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അതിന്റെ ക്രെഡിറ്റ് തനിക്ക് എടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകളുടെ വലിയ പങ്ക് അതിലുണ്ട് എന്നും പ്രസ് സെക്രട്ടറി മറുപടി നൽകി. പരിപാടി ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മുറിക്ക് പുറത്തുനിന്ന് വെടിയൊച്ച കേട്ടത്. ഇത് പരിഭ്രാന്തി പരത്തുകയും ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരെ ഉടൻ സീക്രട്ട് ഏജൻസി ഉദ്യോഗസ്ഥർ സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു. കാലിഫോർണിയയിൽ നിന്നുമുള്ള 31 വയസ്സുള്ള പോൾ തോമസ് അലനാണ് അക്രമിയെന്നും US അധികൃതർ പിന്നീട് സ്ഥിരീകരിച്ചു. വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റ് ഡിന്നറിൽ ഉണ്ടായ വെടിവയ്പ് സംഭവത്തിൽ പ്രതിക്ക് ഇറാനുമായി ബന്ധമില്ല എന്ന് വ്യക്തമാക്കി പ്രസിഡന്റ് ട്രംപ്. ആക്രമണം ലോൺ വോൾഫ് സ്വഭാവത്തിലുള്ളതാണെന്നും ട്രംപിന്റെ വിലയിരുത്തൽ. വാഷിംഗ്ടണിൽ നടന്ന മീഡിയ പരിപാടിക്കിടെ വെടിവയ്പ് ഉണ്ടായതോടെ ഹോട്ടൽ ഹാൾ ബഹളമായി. തുടർന്ന് ട്രംപിനെ വേദിയിൽ നിന്നും അടിയന്തരമായി മാറ്റിയിരുന്നു. എന്റെ വിലയിരുത്തലിൽ ഇയാൾ ഒറ്റയ്ക്കുള്ള അക്രമിയാണ്, മാനസികമായി അസ്വസ്ഥനായ വ്യക്തിയാണ് എന്നും ട്രംപ് പറഞ്ഞു. പ്രതിയെ പിടികൂടിയതായും കാലിഫോർണിയയിലെ താമസ സ്ഥലത്ത് പരിശോധന നടക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുരക്ഷാ പരിശോധന കേന്ദ്രത്തിലേക്ക് നിരവധി ആയുധങ്ങളുമായി കുതിച്ചു കയറിയ പ്രതിയെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ ധീരമായി നേരിട്ട് കീഴ്പ്പെടുത്തിയതായും ട്രംപ് വ്യക്തമാക്കി. ഇറാനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഘർഷത്തെ ഇത് ബാധിക്കില്ല എന്നും ആക്രമണത്തിന് ഇറാനുമായി ബന്ധമുണ്ട് എന്നതിന് യാതൊരുവിധ തെളിവില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. സംഭവത്തെ തുടർന്ന് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. അന്വേഷണം തുടരുകയാണ്. ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച ലണ്ടൻ വിഷു വിളക്ക് വർണ്ണാഭമായി. 2026 ഏപ്രിൽ 25 ശനിയാഴ്ച വൈകുന്നേരം 5:30 മുതൽ ലണ്ടനിലെ ക്രോയ്ഡൺ തോണ്ടൻ ഹീത്തിലെ വെസ്റ്റ് തോണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ലണ്ടൻ വിഷു വിളക്ക് ആഘോഷങ്ങൾ നടത്തപ്പെട്ടത്. അന്നേ ദിവസം ലൈവ് ഓർക്കസ്ട്രയോടുകൂടിയ ഭക്തിഗാനസുധ വിഷുക്കണി ശ്രീമതി ചിത്ര ലക്ഷ്മി നേതൃത്വം കൊടുത്ത ദക്ഷിണ UK അവതരിപ്പിച്ച നൃത്തശില്പങ്ങൾ, അകാലത്തിൽ ലണ്ടൻ മലയാളികളെ വിട്ടുപോയ ഹരിയേട്ടനെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങായ ഓർമ്മകളിൽ ഹരിയേട്ടൻ, ശേഷം ദീപാരാധന, പ്രസാദ ഊട്ട് എന്നിവ നടത്തപ്പെട്ടു. നിരവധി സമൂഹ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ക്രോയ്ഡൺ മേയർ ജെയ്സൺ പെറി വിശിഷ്ട അതിഥിയായിരുന്നു. ലണ്ടൻ വിഷുവിളക്ക് ആഘോഷങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ ലണ്ടൻ ഗുരുവായൂരപ്പ സമിതി നന്ദി അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.33 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 94.25 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 110.24 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.81 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്.
രാജ്യത്തെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക്. ഏറ്റവും ഉയർന്ന വൈദ്യുതി ആവശ്യകത 252 ജിഗാവാട്ടിലെത്തി. വെള്ളിയാഴ്ചയാണ് വൈദ്യുതി ഉപഭോഗം 252 ജിഗാവാട്ടിലെത്തിയത്. 2024 മെയ് 30 രേഖപ്പെടുത്തിയ 249.9 ജിഗാവാട്ടായിരുന്നു ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗം. വർധനവ് രേഖപ്പെടുത്തിയത് ഏപ്രിൽ 13 മുതലാണ്. കടുത്ത ചൂടിന് പിന്നാലെ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം നീങ്ങിയിരിക്കുകയാണ്. വൈകുന്നേരങ്ങൾ പവർ കട്ടിൽ പലയിടത്തും പ്രതിഷേധം ശക്തമായി. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പറഞ്ഞു. സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ല എന്നും വൈദ്യുതി മന്ത്രി ഉപയോഗം ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 2 ദിവസം സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും എവിടെയും ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ മാലിയിലെ സുരക്ഷാ സാഹചര്യം വഷളായതിനെ തുടർന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. മാലിയിലെ പ്രധാന നഗരങ്ങളിലും സൈനിക താവളങ്ങളിലും ഭീകരർ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട്. ബമാക്കോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വെടിവെച്ചുകളും സ്ഫോടനങ്ങളും കേട്ടതായി വിവരമുണ്ട്. നിലവിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണ് എന്ന് മാലി സൈന്യം വ്യക്തമാക്കി. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. മാലിയിലെ കാറ്റി ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ സായുധ സംഘങ്ങൾ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് ബമാക്കോയിലെ ഇന്ത്യൻ എംബസി അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നാണ് പ്രധാന നിർദ്ദേശം. മാലിയിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരും അതീവ ജാഗ്രത പാലിക്കണമെന്നും പുറത്തിറങ്ങരുതെന്നും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രാദേശിക അധികൃതരും എംബസിയും നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരണമെന്നാവശ്യപ്പെട്ട് എംബസി അടിയന്തര സാഹചര്യങ്ങളിൽ എംബസിയെ ബന്ധപ്പെടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാലിയിലെ വിവിധ നഗരങ്ങളിൽ നടന്ന അതിശക്തമായ ആക്രമണങ്ങളാണ് നടന്നത്. അൽഖ്വയ്ദയുമായി ബന്ധമുള്ള സംഘടനയായ JNIM, തുവാഗറെ, വിമത ഗ്രൂപ്പായ FLA എന്നിവർ സംയുക്തമായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. സൂറച്ചിലേക്ക് യാത്രയ്ക്കായി ടേക്ക് ഓഫ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ സ്വിസ് എയർ വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലായി തീപിടിച്ചു. ടേക്ക് ഓഫ് നിർത്തിച്ചു. സംഭവത്തിൽ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് വിവരം. LX-147 എന്ന വിമാനത്തിൽ 228 യാത്രക്കാരും 4 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഡൽഹി വിമാനത്താവളത്തിൽ പുലർച്ചെ 1 മണിക്ക് ശേഷമാണ് സംഭവം. ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ എഞ്ചിനിലുണ്ടായ തകരാറിനെ തുടർന്ന് ലാൻഡിംഗ് ഗിയറുകൾ ഒന്നിന് സമീപം പുക ഉയരുകയായിരുന്നു. ടേക്ക് ഓഫ് ഉടൻ തന്നെ നിർത്തിവെക്കുകയും റൺവേയിൽ അടിയന്തര ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. എല്ലാ യാത്രക്കാരെയും ജീവനക്കാരെയും വിമാനത്തിൽ നിന്നും എമർജൻസി സ്ലൈഡ് വഴി പുറത്തെത്തിച്ചു. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. കടുത്ത വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുമ്പോൾ വൈദ്യുതി മുടങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് KSEBക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. വൈദ്യുതി ആവശ്യകത കൂടുകയും ലഭ്യത കുറയുകയും ചെയ്യുന്നതിനാൽ രാത്രിയിൽ വൈദ്യുതി വിതരണം മുടങ്ങുന്ന സാഹചര്യത്തിലാണ്. വരും വർഷങ്ങളിലും ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം വലിയ തോതിൽ ഇനിയും കൂടും. ഇക്കാര്യങ്ങൾ മുന്നിൽ കണ്ട് വൈദ്യുത മേഖലയിൽ ആസൂത്രണം നടത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സമാനമായ സാഹചര്യം നേരിടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത്. ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആന്റിവെനം ലഭ്യമാക്കുവാനും തിരഞ്ഞെടുത്ത ആശുപത്രികളിൽ സ്ഥിരം ഹീറ്റ് ആൻഡ് വെൻ ക്ലിനിക്കുകൾ സ്ഥാപിക്കുവാനും ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഴുവൻ അംഗനവാടികളും താപ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചൂട് ബാധിക്കാത്ത കെട്ടിടങ്ങളാക്കി മാറ്റും. പൊതു ഇടങ്ങളിൽ ആവശ്യത്തിന് വെള്ളം, ORS, സൂര്യതാപ പ്രഥമ ശുശ്രൂഷ സൗകര്യം എന്നിവ ഒരുക്കും. താൽക്കാലിക തണൽ പന്തലുകൾ സ്ഥാപിക്കണം. സാധ്യമായ ഇടങ്ങളിൽ ട്രാഫിക് സിഗ്നലിന്റെ സമയദൈർഘ്യം കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് കളക്ടറുമായി ആവശ്യമായി നടപടിയെടുക്കും. പൊതുപരിപാടികൾ, സെലക്ഷൻ ട്രയലുകൾ, പകൽപൂരങ്ങൾ, കലാകായിക പരിപാടികൾ തുടങ്ങിയവയ്ക്ക് കർശന നിയന്ത്രണങ്ങളും വിലക്കുകളും ഏർപ്പെടുത്തും. വഴിയോരങ്ങളിലും കവലകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളിലും തണ്ണീർപന്തലുകൾ സ്ഥാപിക്കും. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ജല അതോറിറ്റിക്കും നിർദ്ദേശം നൽകി. ചൂട് നേരിടുന്നതിന് പഞ്ചായത്ത് തലത്തിലും കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. യോഗത്തിൽ മന്ത്രിമാരായ K. രാജൻ, K. കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, VN വാസവൻ, MB രാജേഷ്, വീണ ജോർജ്, ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ AJ തിലക്, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം, സംസ്ഥാന പോലീസ് മേധാവി റവാഡ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയപ്പോൾ MLA എന്ന വിശേഷണവും നിയമവിരുദ്ധമായി മോട്ടോർ വാഹന വകുപ്പ് കൂട്ടിച്ചേർത്തു. SLC സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകളിലെ അപേക്ഷകന്റെ പേര് അതേപടി ലൈസൻസിൽ ഉൾക്കൊള്ളിക്കണമെന്നാണ് ചട്ടം. ഡോക്ടർമാർക്ക് മാത്രമാണ് ബിരുദം കൂട്ടിച്ചേർക്കാനുള്ള അനുമതിയുള്ളത്. MLA സ്ഥാനം 5 വർഷത്തേക്കുള്ളതാണെന്നും ഡ്രൈവിംഗ് ലൈസൻസ് തിരിച്ചറിയൽ രേഖയാണ്. നിശ്ചിത കാലയളവിലേക്കുള്ള സ്ഥാനങ്ങൾ ഇത്തരം ഔദ്യോഗിക രേഖകൾ കൂട്ടിച്ചേർക്കാറില്ല. രേഖകൾ അനുസരിച്ച് 1966 മെയ് 25 ജനിച്ച അദ്ദേഹത്തിന് 18 തികയും മുമ്പ് 1984 ഫെബ്രുവരി 13 തിരുവനന്തപുരം RTO ഓഫീസിൽ നിന്ന് ബൈക്കിന്റെയും കാറിന്റെയും ലൈസൻസുകൾ ലഭിച്ചിരുന്നു.
ഈ സമയം അദ്ദേഹത്തിന്റെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരുന്നു. ലൈസൻസ് പുതുക്കേണ്ട സമയമാവാതെ തന്നെ മന്ത്രി എന്ന നിലയിൽ സെക്രട്ടേറിയറ്റിലെ ഓഫീസ് അഡ്രസ് കിട്ടാൻ 2024 നവംബർ 4 അദ്ദേഹം ലൈസൻസിലെ മേൽവിലാസം മാറ്റിയിട്ടുണ്ട്. താൽക്കാലിക മേൽവിലാസമായ ഓഫീസ് അഡ്രസ് നൽകിയതും നിയമവിധേയമാണ്. KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ഉണ്ടായ ഉന്തിലും തള്ളിലുമാണ് കഴുത്തിന് പരിക്കേറ്റതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മൊഴി. ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിലാണ് അന്വേഷണ സംഘത്തിന് മന്ത്രി മൊഴി നൽകിയത്. ഫെബ്രുവരി 25-ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കയറാനെത്തിയ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചും കൊല്ലട എന്ന് ആക്രോശിച്ചും 5 KSU പ്രവർത്തകർ കഴുത്തിന് ആക്രമിച്ചു എന്നാണ് കേസ്. പരിക്കേറ്റ മന്ത്രി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു. മന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഈ പരാതിക്ക് വിരുദ്ധമാണ് മന്ത്രിയുടെ മൊഴി. സംഭവം നടന്ന് 2 മാസം പൂർത്തിയാകുമ്പോഴാണ് കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് കോൺഗ്രസിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ മന്ത്രി മൊഴി നൽകിയത്. കേസ് അന്വേഷിക്കുന്ന കോഴിക്കോട് റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ സുധീർ മനോഹറാണ് പത്തനംതിട്ടയിലെ മന്ത്രിയുടെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തത്. മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഏത് ആയുധം ഉപയോഗിച്ചാണ് പരിക്കേൽപ്പിച്ചതെന്ന് കണ്ടെത്താനാവുകയുള്ളൂ എന്നും പോലീസ് നേരത്തെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ആയുധം കൊണ്ട് ആക്രമിച്ചിട്ടില്ല എന്ന മന്ത്രിയുടെ സുരക്ഷയ്ക്കായി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും മൊഴി നൽകിയിരുന്നു. ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്താനായിരുന്നില്ല. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ, ഭാരവാഹികളായ VV അക്ഷയ്, CH മുബാസ്, ബിദുൽ ബാലൻ, അഹമ്മദ് യാസിൻ എന്നിവർ മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ 2 ആഴ്ച റിമാൻഡിലായിരുന്നു. മന്ത്രിക്ക് നേരെയുള്ള വധശ്രമം വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും പലയിടത്ത് ആക്രമണങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. കേസിൽ പ്രതിയായ ബിദുൽ ബാലന്റെ വടകരയിലെ വീടിന് നേരെ ബോംബേറുണ്ടായി. വധശ്രമത്തിന് തെളിവില്ലാത്തതിനാൽ കുറ്റപത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചന. FA കപ്പ് ഫുട്ബോളിൽ ആദ്യ സെമിയിൽ 2ാം പകുതിയിലാണ് ഗോളുകളെല്ലാം പിറന്നത്. കളിയിൽ സർവാധിപത്യം പുലർത്തിയിരുന്ന മാഞ്ചസ്റ്റർ സിറ്റിക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചാണ് ഫിൻ അസസിലൂടെ 79-ാം മിനിറ്റിൽ ലീഡെടുത്തത്. നിക്കോ ഗോൾസാണ് സിറ്റിക്ക് വേണ്ടി വിജയ ഗോൾ നേടിയത്. സതാംപ്ടനെതിരെ തോൽവി എന്ന നാണക്കേടിൽ നിന്നും ഇതോടെ സിറ്റി രക്ഷപ്പെട്ടു. മത്സരത്തിന്റെ തുടക്കം മുതൽ സതാംപ്ടനെതിരെ കടുത്ത ആക്രമണം തുടങ്ങിയെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റി 24 ഷോട്ടുകളാണ് എതിർമുഖത്തേക്ക് ലക്ഷ്യമിട്ട് അഴിച്ചുവിട്ടത്. പടക്കളത്തിലും സിറ്റിയുടെ ആധിപത്യമായിരുന്നു. പക്ഷേ ആദ്യ പകുതിയിൽ ഒരു ഗോൾ പോലും നേടാൻ സിറ്റിക്കായില്ല. FA കപ്പ് ഫുട്ബോളിൽ 7 വട്ടം ചാമ്പ്യന്മാരാണ് മാഞ്ചസ്റ്റർ സിറ്റി. കഴിഞ്ഞ വർഷം ഫൈനലെത്തിയെങ്കിലും ക്രിസ്റ്റൽ പാലസിനോട് തോറ്റിരുന്നു. 2023-ലാണ് സിറ്റി അവസാനമായി FA കപ്പ് നേടിയത്. ഇന്ന് രാത്രി നടക്കുന്ന ചെൽസി ലീഡ് മത്സരത്തിൽ വിജയികളെയാകും സിറ്റി ഫൈനലിൽ നേരിടുക. രാത്രി 7:30-നാണ് ചെൽസി ലീഡ്സ് മത്സരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ അഭയാർത്ഥികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവുമായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. താലിബാന്റെ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലേക്ക് അഭയാർത്ഥി അപേക്ഷ നിരസിക്കപ്പെട്ട അഫ്ഗാൻ പൗരന്മാരെ ബ്രിട്ടൻ തിരിച്ചയക്കും. യൂറോപ്യൻ രാജ്യങ്ങളും കാബൂളും അഭയാർത്ഥികളെ തിരിച്ചയക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും ഇത് UK-യും നിരീക്ഷിക്കുകയാണ് എന്ന് ഹോം സെക്രട്ടറി. UK സർക്കാർ നിലവിൽ താലിബാൻ ഭരണത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ അഫ്ഗാനികളെ നിർബന്ധമായി തിരിച്ചയക്കുന്നത് പ്രാവർത്തികമല്ല. ഇംഗ്ലണ്ടിലും വെയിൽസിലും മാരക രോഗികളായ മുതിർന്നവർക്ക് ജീവിതം അവസാനിപ്പിക്കുന്നതിന് വൈദ്യസഹായം തേടാൻ അനുവദിക്കുന്നത് അസിസ്റ്റന്റ് ഗ്ലൈഡ് ബില്ലിന്റെ സമയപരിധി അവസാനിച്ചു. ബില്ലിന് തിരിച്ചടിയായത് പ്രഭുസഭയിൽ ഏറ്റ പരാജയം. 6 മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്കും മരണം തിരഞ്ഞെടുക്കാനുള്ള ബില്ലിനെ ഹൗസ് ഓഫ് കോമൺസ് പിന്തുണയ്ക്കുകയും അതേസമയം ബിൽ ഹൗസ് ഓഫ് ലോർഡ്സ് തള്ളുകയും ചെയ്തു. ബില്ല് കാലഹരണപ്പെട്ടിരിക്കുന്നത് എംപിമാർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് 17 മാസങ്ങൾക്ക് ശേഷം. UK-യിൽ ഹമാസിന് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ലോകത്തെ ജൂതന്മാരുടെ പരമാധികാരത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട NHS വനിതാ ഡോക്ടർ കോടതിയിൽ ഹാജരായി. ഡോക്ടർ അഹ്മദ് അൽദ്വാൻ എന്ന 31-കാരിയാണ് കോടതിയിൽ ഹാജരായത്. ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് സ്വന്തം വീട്ടിൽ നിന്ന് മാർച്ച് 26-ന്. കേസിന്റെ തുടർ വിചാരണ നടക്കുക അടുത്ത വർഷം മുതൽ ബ്രിസ്റ്റോൾ ക്രൗൺ കോടതിയിൽ. വൈറ്റ് ഹൌസിലെ മാധ്യമ പ്രവർത്തകർ ഒരുക്കിയ വിരുന്നിനിടെ തോക്കുകളും കത്തിയുമായി ട്രംപിനെ വധിക്കാനെത്തിയ ആളുടെ ചിത്രം പുറത്തുവിട്ടു. US സീക്രട്ട് സർവീസ് അക്രമിയെ കീഴടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്ത്. വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റ് ഡിന്നറിലുണ്ടായ വെടിവയ്പ് സംഭവത്തിൽ പ്രതിക്ക് ഇറാനുമായി ബന്ധമില്ല എന്ന് ട്രംപ്. ആക്രമണം ലോൺ ഉൾഫ് സ്വഭാവത്തിൽ. വെടിവയ്പ് ഉണ്ടായതിന് പിന്നാലെ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് പരിപാടിക്ക് മുമ്പായി അത്താഴ വിരുന്നിന്റെ വേദിയിൽ വെച്ച് വെടിയുച്ചകൾ മുഴങ്ങുമെന്ന് പറഞ്ഞ പ്രസ്താവന വൈറലാകും. രാജ്യത്തെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക്. ഏറ്റവും ഉയർന്ന വൈദ്യുതി ആവശ്യകത 252 ജിഗാവാട്ടിലെത്തി. വെള്ളിയാഴ്ചയാണ് വൈദ്യുതി ഉപഭോഗം 252 ജിഗാവാട്ടിലെത്തിയത്.
2024 മെയ് 30 രേഖപ്പെടുത്തിയ 249.9 ജിഗാവാട്ടായിരുന്നു ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗം. കടുത്ത ചൂടിന് പിന്നാലെ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്കും സംസ്ഥാനം. അപ്രഖ്യാപിത പവർ കട്ടിൽ പ്രതിഷേധം ശക്തം. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ മലിയിലെ സുരക്ഷാ സാഹചര്യം വഷളായതിനെ തുടർന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. മാലിയിലെ പ്രധാന നഗരങ്ങളിലും സൈനിക താവളങ്ങളിലും ഭീകരർ ആക്രമണം നടത്തി. ബമാങ്കോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വെടിവെച്ചകളും സ്ഫോടനങ്ങളും കേട്ടതായി വിവരം. നിലവിൽ സാഹചര്യം നിയന്ത്രണ വിധേയമാണ് എന്ന് മാലി സൈന്യം. സംസ്ഥാനത്തെ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യം നേരിടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് യോഗം ചേർന്നു. കടുത്ത വേനലിൽ ചുട്ടുപൊള്ളുമ്പോൾ വൈദ്യുതി മുടങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കണമെന്നും KCBക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കേരളത്തിൽ എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം വലിയ തോതിൽ ഇനിയും കൂടുമെന്നും ഇക്കാര്യങ്ങൾ മുന്നിൽ കണ്ട് വൈദ്യുത മേഖലയിൽ ആസൂത്രണം നടത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശം. ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആന്റിവെൻ ലഭ്യമാക്കാനും തിരഞ്ഞെടുത്ത ആശുപത്രികൾ സ്ഥിരം ഹീറ്റ് ആൻഡ് ബേൺ ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. മോട്ടോർ വാഹന വകുപ്പിൽ ഗുരുതര ചട്ടലംഘനം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയപ്പോൾ MLA എന്ന വിശേഷണവും നിയമവിരുദ്ധമായി കൂട്ടിച്ചേർത്തത് മോട്ടോർ വാഹന വകുപ്പ്. SLC സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ അപേക്ഷകന്റെ പേര് അതേപടി ലൈസൻസിൽ ഉൾക്കൊള്ളിക്കണമെന്ന ചട്ടം മറികടന്നാണ് മന്ത്രിയെ സഹായിച്ചത്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.